മ്യൂച്വൽ ഫണ്ടുകളാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഒരുപാട് തരം മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ്. പല കാറ്റഗറിയിലുള്ളത്, പല കാലാവധികളുള്ളത്, പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം മ്യൂച്വൽ ഫണ്ടുകളുടെ പേരുകൾ വെച്ച് അത്തരം മ്യൂച്വൽ ഫണ്ടുകൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, കുറേ പേർക്കൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ടാവും. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ടിലുള്ള ഓരോ ഫണ്ട് മാനേജേഴ്സ് നമ്മൾ നൽകുന്ന തുക അവർ വ്യത്യസ്ത സെക്ടേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ഡെപ്റ്റ് ഫണ്ടുകളിലേക്കും കടപ്പത്രങ്ങളിലേക്കും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലേക്കും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് ഏത് നിമിഷവും നമുക്ക് തിരിച്ചെടുക്കാൻ അനുയോജ്യമായ രീതിയിൽ അതിനെ തയ്യാറാക്കി വയ്ക്കുന്ന ഒരു രീതിയാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഓരോ മ്യൂച്വൽ ഫണ്ടുകൾക്കും ഓരോ പ്രത്യേകതയും സവിശേഷതകളൊക്കെ ഉണ്ട്. പല കാലാവധിക്ക് അനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ദിവസങ്ങൾ കാലാവധിയുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, മാസങ്ങൾ കാലാവധിയുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, വർഷങ്ങൾ കാലാവധിയുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അങ്ങനെ 2000-ഓളം മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത്തരം മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്ത ശേഷം ആ മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിലുള്ള നന്നായി പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്ത് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസ്ക് അറിഞ്ഞിട്ട് നിക്ഷേപിക്കേണ്ടതാണ്. റിസ്ക് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ലോകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല. റിസ്ക് എന്ന് പറയുന്നത് ഓഹരി വിപണിയുടെ ഓരോ ചാഞ്ചാട്ടങ്ങൾക്ക് ഇടയിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ലഭിക്കുന്ന വിലയുടെ ഏറ്റക്കുറച്ചിലുകളെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പല റിസ്കുകളെയും മറികടന്നുകൊണ്ടായിരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അത്തരം വിവിധ കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്ക് അനുസരിച്ച് റിസ്കിലും വളരെ വലിയ വ്യത്യാസമുണ്ട്. ഡെപ്റ്റ് ഫണ്ടുകൾക്കും ഇക്വിറ്റി ഫണ്ടുകൾക്കും റിസ്കിൻ്റെ കാര്യത്തിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഒരു ചുരുങ്ങിയ കാലയളവിലേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഫണ്ടുകൾക്ക് വലിയ ചാഞ്ചാട്ടത്തിനുള്ള സാധ്യതകളുണ്ട്. ഡെപ്റ്റ് ഫണ്ടുകൾ ഇക്വിറ്റി ഫണ്ടുകളുടെ അത്ര ചാഞ്ചാട്ടമുള്ള ഫണ്ടുകളായിരിക്കില്ല. ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ഫണ്ടുകളുടെ അപകട സാധ്യതയെ വിലയിരുത്താനായിട്ട് റിസ്കോമീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ നമ്മളൊരു റിസ്കോമീറ്റർ വെച്ചിട്ട് നമ്മൾ ഓരോ മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും റിസ്ക് മെഷർ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ പോലെ പല കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട്സിനെ പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൽ ചുരുങ്ങിയത് 80% നിക്ഷേപവും വൻകിട ഓഹരികളിൽ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ആണ്. അതിൽ ചുരുങ്ങിയത് 35% നിക്ഷേപം വീതം വൻകിട ഇടത്തരം കമ്പനികളിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഫണ്ട് എന്ന് പറയുന്നത് ഫ്ലെക്സി ക്യാപ്പ് ആണ്. അതിൽ വൻകിട ഇടത്തരം ചെറുകിട കമ്പനികളുടെ ഓഹരികളിൽ 60% നിക്ഷേപിക്കണം. അതിൽ നിശ്ചിത ശതമാനം എന്ന നിയന്ത്രണമില്ല. എത്ര ശതമാനം വേണമെങ്കിലും വൻകിട കമ്പനിയിലോ ഇല്ലെങ്കിൽ ഇടത്തരം കമ്പനിയിലോ ചെറുകിട കമ്പനിയിലോ എത്ര കൂടുതലോ കുറവോ ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ 3 കാറ്റഗറിയിലും കൂടെ ചുരുങ്ങിയത് 60% ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നാലാമതായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് മിഡ് ക്യാപ്പ് ആണ്. മിഡ് ക്യാപ്പിൽ ചുരുങ്ങിയത് 65% നിക്ഷേപവും ഇടത്തരം കമ്പനികളിൽ തന്നെയാണ് നിക്ഷേപിക്കേണ്ടത്. മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞ അടുത്തൊരു കാറ്റഗറി ഉണ്ട്. അതിൽ വൻകിട ഇടത്തരം ചെറുകിട കമ്പനികളുടെ ഓഹരികളിൽ ചുരുങ്ങിയത് 25% വീതം നിക്ഷേപിക്കണം. ഇനി സ്മോൾ ക്യാപ്പ് ആണുള്ളത്. സ്മോൾ ക്യാപ്പിൽ ചുരുങ്ങിയത് 65% നിക്ഷേപവും ചെറുകിട കമ്പനികളുടെ ഓഹരികളിൽ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. ELSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട് വിഭാഗമുണ്ട്. എല്ലാ വിഭാഗം കമ്പനികളുടെ ഓഹരികളിലും ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. നിശ്ചിത ശതമാനം എന്ന നിയന്ത്രണമില്ല. ഇനിയുള്ളത് സെക്ടറൽ തീമാറ്റിക് ആണ്. പ്രത്യേക സെക്ടറിൽപ്പെട്ട കമ്പനികളുടെ ഓഹരികളിൽ ചുരുങ്ങിയത് 80% നിക്ഷേപം വേണം. ഇനി ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതിൽ 65% നിക്ഷേപവും വിദേശ കമ്പനികളുടെ ഓഹരികളിൽ വേണം നിക്ഷേപിക്കാനായിട്ട്. ഇനിയുള്ളൊരു കാറ്റഗറി എന്ന് പറയുന്നത് അഗ്രസീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതിൽ 65 മുതൽ 80% വരെ നിക്ഷേപം ഓഹരികളിൽ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ളത് കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡെറ്റ് കാറ്റഗറിയിലുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലുള്ളത് ഒന്ന് ലോങ് ഡ്യൂറേഷൻ ഫണ്ടാണ്. ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകൾ ശരാശരി 7 വർഷം വരെ കാലാവധിയുള്ള കടപ്പത്രങ്ങളിലാണ് നിക്ഷേപിക്കുന്നത്. ഇനി ഡെറ്റ് ഫണ്ടിലെ അടുത്തൊരു കാറ്റഗറിയാണ് മീഡിയം ഡ്യൂറേഷൻ. നിക്ഷേപം 3 വർഷം മുതൽ 4 വർഷം വരെയുള്ള കാലാവധിയുള്ള കടപ്പത്രങ്ങളിലായിരിക്കും നിക്ഷേപിക്കുക. അടുത്തത് ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. നിക്ഷേപം 1 വർഷം മുതൽ 3 വർഷം വരെ കാലാവധിയുള്ള കടപ്പത്രങ്ങളിലായിരിക്കും. ഇനി ലോ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെറ്റ് ഫണ്ട് ഉണ്ട്. അതിൽ വരുന്ന നിക്ഷേപം എന്ന് പറയുന്നത് 6 മാസം മുതൽ 12 മാസം വരെ ശരാശരി കാലാവധിയുള്ള കടപ്പത്രങ്ങളിലാണ്. ഇനി അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഡെറ്റ് ഫണ്ടുകളും കൂടെ അവൈലബിൾ ആണ്. അതിന് നിക്ഷേപം 3 മാസം മുതൽ 6 മാസം വരെയുള്ള കാലാവധിയുള്ള കടപ്പത്രങ്ങളിലായിരിക്കും നിക്ഷേപിക്കുക. അടുത്തൊരു കാറ്റഗറി ലിക്വിഡ് ഫണ്ടാണ്. 91 ദിവസം വരെ കാലാവധിയുള്ള മണി മാർക്കറ്റ് ഉപകരണങ്ങളിൽ
ഫണ്ടിലാണ് ഇവ നിക്ഷേപിക്കുന്നത്. ഇനി ഓവർനൈറ്റ്, അതായത് ഒരു ദിവസം മാത്രം കാലാവധിയുള്ള മ്യൂച്വൽ ഫണ്ടാണ് ഓവർനൈറ്റ് മ്യൂച്വൽ ഫണ്ട്. അവ ഒരു ദിവസം മാത്രം കാലാവധിയുള്ള സെക്യൂരിറ്റികളിലാണ് നിക്ഷേപിക്കുന്നത്. ഇനി ബാങ്കിങ് ആൻഡ് PSU എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതിൽ 80% നിക്ഷേപവും ബാങ്കുകളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബോണ്ടുകളിലായിരിക്കും നിക്ഷേപിക്കുക. ഇനി ഗിൽറ്റ് ഫണ്ട് ഉണ്ട്, അതിൽ 80% നിക്ഷേപവും സർക്കാർ ബോണ്ടുകളിലായിരിക്കും. ഇനി കോർപ്പറേറ്റ് ബോണ്ട് ഉണ്ട്, അത് ചുരുങ്ങിയത് 80% നിക്ഷേപവും AA+ റേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് കടപ്പത്രങ്ങളിലായിരിക്കും നിക്ഷേപിക്കുക. മ്യൂച്വൽ ഫണ്ടുകളിലെ പ്രധാന കാറ്റഗറീസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പലർക്കും പല കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നുള്ളത്. അത് ഓരോരുത്തരുടെ ഇൻവെസ്റ്റിംഗ് കഴിവിനനുസരിച്ചും നമുക്ക് ഓരോ മ്യൂച്വൽ ഫണ്ടിനെയും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഡെറ്റ് ഫണ്ടുകളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകളോ ബാങ്കിങ് ആൻഡ് PSU ഫണ്ടുകളോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് അല്പം റിസ്ക് കുറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇക്വിറ്റി ഫണ്ടുകൾക്ക് സാധാരണ റിസ്ക് കൂടുതലാണ്. കൂടുതൽ കാലാവധിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത്തരം ഫണ്ടുകൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ടാക്സ് സേവിംഗ് രീതിയിലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ELSS ഫണ്ടുകളാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ELSS ഫണ്ടുകൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടായിരിക്കും. ഇനി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ നമുക്ക് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാലാവധിക്കും റിസ്ക് എടുക്കാനായിട്ടുള്ള കഴിവിനും അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇക്വിറ്റി ഫണ്ടുകളിലെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. ഇക്വിറ്റി ഫണ്ടുകളിലെ ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു കാറ്റഗറിയാണ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നുള്ളത്. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ താരതമ്യേന മറ്റുള്ള ഇക്വിറ്റി ഫണ്ടുകളെ കുറിച്ചിട്ട് റിസ്ക് കുറഞ്ഞ കാറ്റഗറിയാണ്. അതിനേക്കാൾ തൊട്ട് താഴെ വരുന്ന ഒരു കാറ്റഗറിയാണ് ലാർജ് ക്യാപ്പ്. അതായത് ബ്ലൂ ചിപ്പ് കമ്പനീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അത്തരം ഫണ്ടുകൾക്ക് എടുക്കുന്ന റിസ്ക്കും വളരെ കുറവായിരിക്കും. ഇനി അതിനേക്കാൾ കുറച്ച് കൂടുതൽ റിസ്ക് ഉള്ള കാറ്റഗറീസ് ആണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫണ്ടുകൾ എന്ന് പറയുന്നത്. അത്തരം ഫണ്ടുകൾക്ക് ലാർജ് ക്യാപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ റിസ്ക് കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള വിഭാഗം എന്ന് പറയുന്നത് സെക്ടറൽ തീം ഫണ്ടുകളാണ്. അത്തരം ഫണ്ടുകൾ ഓരോ സെക്ടറിൻ്റെയും ചാഞ്ചാട്ടത്തിനനുസരിച്ച് വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ IT സെക്ടറാണ്, ചിലപ്പോൾ IT സെക്ടർ ഡൗൺ ആയിട്ട് ഒരുപാട് കാലങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അത്രയും കാലങ്ങൾ ആ ഫണ്ട് ഡൗൺ ആയിട്ടിരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പല പല സെക്ടേഴ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാറ്റഗറീസിലായിരിക്കും കൂടുതൽ സേഫ് ആയിരിക്കുക. കാരണം എല്ലാ സമയത്തും എല്ലാ സെക്ടറും ഡൗൺ ആയിട്ടിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഡെറ്റ് ഫണ്ടുകളുടെ റിസ്ക് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അതിലൊന്ന് ഇൻട്രസ്റ്റ് റിസ്ക്കും ഒന്ന് ക്രെഡിറ്റ് റിസ്ക്കുമാണ്. ഇൻട്രസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത് പല കാലഘട്ടങ്ങളിലും ഇൻട്രസ്റ്റിൽ വരുന്ന വ്യതിയാനം, അതായത് ഇപ്പോൾ ഓരോ വർഷവും ഇൻട്രസ്റ്റിൽ വരുന്ന വ്യതിയാനത്തിനനുസരിച്ച് ആ വർഷത്തെ ബോണ്ടുകളുടെ ഇൻട്രസ്റ്റിലും ആ വ്യത്യാസം പ്രതിഫലിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു റിസ്ക് അതിൽ ഇൻവോൾവ്ഡ് ആണ്. അടുത്ത റിസ്ക് എന്ന് പറയുന്നത് ക്രെഡിറ്റ് റിസ്ക് ആണ്. അതായത് നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനികളുടെ കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ വരുന്ന സമയത്ത് ചില സമയത്ത് കൃത്യമായിട്ടുള്ള കടപ്പത്രങ്ങളുടെ റിട്ടേൺ ലഭിക്കാതെ വരുന്ന അവസ്ഥ മ്യൂച്വൽ ഫണ്ട്സിന് ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് വരുന്ന റിട്ടേണും ചെറിയ രീതിയിൽ കോട്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ ചുരുങ്ങിയ സാധ്യതകളാണ്. കാരണം സാധാരണ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ ഡെറ്റ് ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ നല്ല ക്രെഡിറ്റ് റേറ്റുള്ള കമ്പനികളിൽ മാത്രമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം റിസ്ക്കുകൾ വളരെ ചുരുങ്ങിയ റിസ്ക് ആയിരിക്കും. ഇനി ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ചിലവ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് ഫണ്ട് ഹൗസസ് എടുക്കുന്ന എക്സ്പെൻസസ് ഉണ്ട്. അത് ചില 1% മുതൽ 2.5% വരെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഏജൻറ്റ് ത്രൂ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഇടനിലക്കാരന് 1% കമ്മീഷൻ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. ആ 1% കമ്മീഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിൽ നിന്നും മ്യൂച്വൽ ഫണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ്. അതൊന്നുകിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി അവരുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അതായത് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളെ ഡയറക്റ്റായിട്ട് സമീപിച്ചുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇത്തരം ഫണ്ടുകളിൽ നമുക്ക് SIP ആയിട്ട് മന്ത്ലി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ കൂടെയും ഇല്ലെങ്കിൽ ലംസമായിട്ട് എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസും സജഷൻസും ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിംഗ് ടിപ്സും ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി.